Hello guys, welcome back to my YouTube channel. അപ്പം നിങ്ങൾ എൻ്റെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവലിൻ്റെ റുട്ടീനെ കുറിച്ചിട്ടാണ്. ഫേഷ്യൽ ഹെയർ റിമൂവൽ ഞാനിങ്ങനെ ഒരു ഗ്യാപ്പിലൊന്നും ചെയ്യാറില്ല. എനിക്ക് എപ്പോഴാണോ എൻ്റെ മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത്, അതായത് നമുക്ക് ഈ ഒരു ഇത് കണ്ടോ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഈ ഹെയർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് എന്താ പറയുക, ഒരു വൃത്തി ഇല്ലാത്ത ലൈക്ക് ഒരു ഫിനിഷിങ് ഇല്ലാത്ത ഫീല് വരുന്ന സമയത്താണ് ഞാൻ സാധാരണ ഹെയർ റിമൂവൽ ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ നോർമൽ റേസർ ഇല്ലേ, അത് വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പം ഞാനതൊന്ന് ചേഞ്ച് ആക്കി, കാരണം എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ എളുപ്പം നമ്മുടെ നോർമൽ ടൈപ്പ് റേസർ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാം. ദേ ഇതുപോലത്തെ. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ പെട്രോളിയം ജെല്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാസ്ലിൻ ആണല്ലോ, വാസ്ലിൻ തന്നെയാണിത്. ഇത് ജസ്റ്റ് ഞാൻ രാത്രി കിടക്കുമ്പോൾ നമുക്ക് ചുണ്ടിൽ പറ്റി കിടക്കാനായിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇന്ന് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പം അതിനു മുമ്പ് നമുക്ക് മുടി ഒന്ന് കെട്ടിവെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യാം ഫേസിൽ കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണോ നമുക്ക് രോമം ലൈക്ക് ഹെയർ ഉള്ളത്, ഹെയർ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വിടാം കേട്ടോ. ഇത് എന്തിനാണെന്നറിയോ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് കട്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഈസി ആയിട്ട് നമ്മുടെ ഫേസിൽ ഇത് നന്നായിട്ട് ഗ്ലൈഡ് ആയിട്ട് പൊക്കോളൂ കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഹെയർ ഉണ്ട്. എവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ റേസർ വയ്ക്കേണ്ട സീൻ വരുന്നത് അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെട്രോളിയം ജെല്ലി തന്നെ വേണമെന്നില്ല. ഞാൻ ഇനീഷ്യലി ജസ്റ്റ് ഫേസ് വാഷ് ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ പതപ്പിച്ചൊക്കെ ചെയ്തിട്ട് എന്താ പറയുക റേസർ ചെയ്ത് വിട്ട സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പലർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മുടെ ഈ കൃതാബ് എന്ന് പറയുന്ന സാധനം എവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന്. ഞാൻ സാധാരണ സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരു ലെവൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യത്തില്ല, ഞാൻ ആദ്യം ഇവിടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇങ്ങനെ ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ച ഈ ബ്ലേഡ് നമ്മുടെ ഇവിടുന്ന് ഒമാനിലെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമായില്ല. സാധാരണ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും, ചിലപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് അങ്ങനെ. എന്നിട്ട് ഞാൻ അത് യൂസ് ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇതിന് ഒരു ഷാർപ്നെസ്സും ഇല്ല, ഒരു മൂർച്ചയില്ല, പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ. എനിക്കിത് ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഈ കംപ്ലീറ്റ് ഹെയർ പോകുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം അവിടെ തന്നെ ചെയ്തവരാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കൊടുക്കരുത്, ദാറ്റ് വുഡ് ലുക്ക് ഡേർട്ടി. അപ്പോൾ അതായത് കണ്ടോ, അപ്പോൾ ഞാൻ അത്രയും ഹെയർ റിമൂവ് ചെയ്തതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വാസലിനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നല്ല ഈസി ആയിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട് അല്ലേ. ഫേഷ്യൽ ഹെയർ എന്ന് പറയുമ്പം ഈ നമ്മുടെ ഈ മീശ അതുപോലെ ഈ ഒരു ഏരിയ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ഫേസിൽ നിന്ന് ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്, എങ്കിലാണ് നമ്മുടെ മേക്കപ്പിന് ഒരു ഫിനിഷ് വരത്തുള്ളൂ. അപ്പം ഇനി ഞാൻ ഫേസ് കട്ടാവാണ്ട് റിമൂവ് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ ഹെയർ ഇനി ഇവിടുന്ന് താഴേക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഇങ്ങനെ തന്നെ പോകണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ എന്നിട്ട് തിരിച്ചു പോവുക. എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ നമ്മുടെ ഫേസിൻ്റെ ലെവലിൽ നിന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. കേട്ടോ, ഇത് തിരിച്ചു പോയപ്പോൾ കിട്ടിയതാണ്, ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല എങ്കിൽ സ്ലോലി സമയം എടുത്തിട്ട് വേണം ഇത് ഷേവ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് അതുകൊണ്ട് അന്നപ്പനെ അശുദ്ധി ചെയ്തുകൊണ്ട് പടയെന്നൊക്കെ ചെയ്തേക്കാം, അങ്ങനെ വിചാരിക്കരുത്. ഭയങ്കര സ്ലോലി ആൻഡ് കെയർഫുള്ളി ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഏകദേശം ഈ സെന്ററിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അതങ്ങനെ നിങ്ങൾക്ക് എന്തോരം ആണോ ആ ഒരു ലെങ്ത് ആവശ്യം. യൂഷ്വലി പെൺപിള്ളേർക്ക് ലൈക്ക് ഗേൾസിന് കാണാൻ ഭംഗി ഇതാ ഇവിടുന്ന് ഈ മിഡിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഫേസ് ഒരുപാട് ഇങ്ങനെ പ്ലം ആയിരിക്കും പോലെ ഫീൽ ചെയ്യും, നമ്മുടെ കവിള് ഭയങ്കര ചാടിയിരിക്കുന്ന ഒരു സ്ലിം ഫീൽ വരത്തില്ല. സോ യൂഷ്വലി യു ഷുഡ് ഓൾവേസ് ഡു ഫ്രം ഹിയർ. നമ്മുടെ ഈ ചെവിയുടെ ഈ ഒരു ലെവൽ ഉണ്ടോ, ഈ ഒരു ലെവല്
പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്യുക കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മുടെ ഫേസിന് ഡ്രൈ ഒക്കെ ആയി ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. കവളിങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വിടുക. ഓക്കെ, തിരിച്ച് ഇവിടെ കണ്ടോ. എനിക്ക് അധികം ഈ നമ്മുടെ അപ്പർ ലിപ്പിൽ ഹെയർ ഒന്നും വരാറില്ല, ഭയങ്കര കുറച്ച് മാത്രമേ വരാറുള്ളൂ. അപ്പം എനിക്ക് ഹെയർ കൂടുതലൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കേട്ടോ, അതെ ഇവിടെ. അതും ഇതാണ് എൻ്റെ ഒരു മാക്സിമം എന്താ പറയുക ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹെയർ ഇല്ല. പലർക്കും ഉള്ള സംശയമാണ് നമ്മളിതാ ഈ സംഭവം അല്ലെങ്കിൽ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേഷ്യൽ ഹെയർ ഭയങ്കരമായിട്ട് വരുമെന്ന്. എനിക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് വന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഭയങ്കരമായിട്ട് ഹെയർ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പം അതൊക്കെ ഒന്ന് കുത്തിക്കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു പ്രശ്നം മാത്രമാണ് നമ്മൾ ഫേഷ്യൽ ഹെയർ ഇത് ചെയ്യുമ്പോഴത്തെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരിക്കലും ഹെയർ കൂടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഒരു കരടിയെ പോലെയൊക്കെ ആവേണ്ടതായിരുന്നു. എന്താ പറയുക, ഈ ഒരു സംഭവം വെച്ച് അല്ലെങ്കിൽ നമ്മൾ നോർമൽ റേസർ വെച്ചൊക്കെ ഞാൻ നോർമൽ റേസർ വെച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ. കാരണം ഈ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അല്ലേ. അപ്പോൾ അതിനു മുൻപ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തായിരുന്നു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ നോർമൽ റേസർ തന്നെ. അപ്പോൾ അതിനകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ച് റേസർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സംഭവം ഇല്ല, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകണം, നിങ്ങളുടെ കയ്യിലൊരു നമ്മുടെ ഷേവ് ചെയ്ത നോർമൽ റേസർ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ബി കെയർഫുൾ, നന്നായിട്ട് നിങ്ങളുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വാസ്ലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. നമുക്കിത് തൊട്ട് നോക്കി അറിയാം. കണ്ടോ, ബ്ലാക്ക് ഹെഡ്സ് അല്ല, ഒരു തരി പോലെ നമുക്കൊരു ഇതുണ്ടാകാം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം ആ സംഭവം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഹെയർ അല്ല, അത് നമ്മുടെ ഫേസിൻ്റെ തന്നെ എന്തോ ഒരു സെറ്റപ്പാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മുറിവ് വരാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഈ ഒരു ഏരിയ അവോയ്ഡ് ചെയ്യുക ഈ ബ്ലേഡ് വെച്ച് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ത്രെഡ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് കളയാം. ഞാനത് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബ്ലേഡ് മാത്രമേ യൂസ് ചെയ്തേ. ഞാൻ ഇങ്ങനെ ഇവിടെ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇവിടെ ത്രെഡ് വെച്ച് എടുക്കാൻ പ്ലാൻ ചെയ്തത്. ഇത് ഈ ഒരു സ്ഥലം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബ്ലാക്ക് മാർക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. ബാക്കിത്തെ ഈ 2 സൈഡ് നമുക്ക് ഇത് ചെയ്ത് കളയാം കേട്ടോ, മീൻസ് ഷേവ് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് ഫോർഹെഡ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ വൃത്തിക്കും വെടുപ്പിനും ചെയ്യുക. അതായത് നമ്മുടെ ഈ 2 ഏരിയ മാത്രം ചെയ്തിട്ട് വിട്ട് കളയരുത്. സോ ഡു യുവർ ഫോർഹെഡ് ഏരിയ ഓൾസോ. ഓക്കെ, ഈ നമ്മുടെ ഐബ്രോയുടെ കറക്റ്റ് മേളിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ബി കെയർഫുൾ, ഐബ്രോ കട്ട് ചെയ്ത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും എൻ്റെ ചാനലിലേക്ക് തിരിച്ചു വരിക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എൻ്റെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു ഹെയർ ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് യു ഗൈസ് ക്യാൻ സീ, ലൈക്ക് എനിക്ക് കൊച്ചു എന്താ പറയുക ഗ്രേ ഹെയർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഐ ഹാവ് ഡൺ. ഞാൻ എൻ്റെ ഈ ഒരു ഹെയർ കളർ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ്. അതിന് മുൻപ് ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ പോയി കാണുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ.